നമസ്കാരം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK ഇവിടെ 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് IFFK സമാപിക്കുകയാണ്. IFFKയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ഇതുമായി ബന്ധപ്പെടുത്തി ചില വിവാദങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ പുകയുന്നുണ്ട്. അതായത് IFFKയിൽ പ്രദർശനത്തിനെത്തിയ 19 ചിത്രങ്ങൾ കേന്ദ്രം തടഞ്ഞു എന്നായിരുന്നു ആദ്യ വാർത്ത. ആ ചിത്രങ്ങൾ കേന്ദ്രം തടയുന്നതിന് കാരണം അത് ചലച്ചിത്ര അക്കാദമി ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പിന്നീട് വാർത്ത പുറത്തു വരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ 19 സിനിമകൾ എന്നത് 6 ആയി കുറയുന്നു. 6 സിനിമകൾ ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ വിവാദമുണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ ആകട്ടെ ആര് പറഞ്ഞാലും, നരേന്ദ്രമോദി പറഞ്ഞാലും അമിത്ഷാ പറഞ്ഞാലും BJP പറഞ്ഞാലും RSS പറഞ്ഞാലും ഇവിടെ ഒരു സിനിമയും കാണിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രദർശനത്തിനെത്തിയിട്ടുള്ള എല്ലാ സിനിമകളും ഞങ്ങൾ കാണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്നത് നമ്മൾ കണ്ടതാണ്. RSSൻ്റെ ഐഡിയോളജിയാണിത്, അല്ലെങ്കിൽ RSSൻ്റെ തിട്ടൂരമാണ്. RSSന് ഈ അന്താരാഷ്ട്ര സിനിമകളെക്കുറിച്ച് വലിയ ബന്ധമൊന്നുമില്ല, വലിയ ബോധ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ RSSന് ഇതൊക്കെ വെറുപ്പാണ്. അതുകൊണ്ടാണ് RSS ഈ IFFKയ്ക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് ഹിന്ദുത്വ ശക്തികളാണ്, ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണ് എന്നുവരെ ചർച്ചകൾ പോകുന്നത് നമ്മൾ കണ്ടു. അതായത് IFFK വേദിയിലുണ്ടായിരുന്ന ബുദ്ധിജീവികളെല്ലാം ഉടൻ തന്നെ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. തോളിൽ തുണിസഞ്ചിയുമായി വന്നു നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ അഹോരാത്രം പ്രസംഗിക്കുന്നതും ഇങ്ങനെ ഘോരഘോരം പ്രതിഷേധിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയത്തിന് അവസരം വരുന്നു. അവർ ആ രാഷ്ട്രീയം കൃത്യമായി തന്നെ മുതലെടുക്കുന്നു. പിണറായി വിജയൻ സർക്കാരാണ്, തള്ളിന് വേറെ കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിനും അതിന് താളം പിടിച്ചു കൊടുക്കുന്നു. പിണറായി പറയുന്നു CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രം പറഞ്ഞാലൊന്നും ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ മുഴുവൻ സിനിമയും കാണിക്കും എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ വീരവാദം മുഴക്കിയത്. എന്നാൽ ആ വീരവാദമൊക്കെ ഇപ്പോൾ എടുത്ത് തോട്ടിൽ കളയുകയാണ് സംസ്ഥാനത്തിൻ്റെ കേരള ചലച്ചിത്ര വികസന അക്കാദമി തന്നെ ഇപ്പോൾ അത് തോട്ടിൽ കളയുകയാണ്. കേന്ദ്രം പറയുന്നതിനപ്പുറം ഒരു അടി മുന്നോട്ടില്ല എന്ന് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കോട്ടി പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് വേണ്ട, അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ. നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി. അങ്ങനെയല്ല, അതൊക്കെയാണ് പൊള്ളത്തരമാവുക. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ്. വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ്, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the countries. I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിന് പെർമിഷൻ ഗവൺമെന്റ് കൊടുത്താൽ തോന്നുന്നല്ലോ. അവർ പേര് പറയുന്നുണ്ട്, ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സിനോട് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാൻ? നിങ്ങൾ ചോദിച്ചെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാൽ? അത് വേണ്ട, അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ത്യ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പോകണമോ? IFFKയുടെ ഭാഗത്ത് ഒരു പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ. ഒന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കുമ്പോൾ അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാം? ആ ഫിലിം മേക്കേഴ്സ് ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യാം? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. പക്ഷെ ലിസ്റ്റ് ചെയ്ത സിനിമകൾ കാണാൻ പറ്റാത്തതിൽ ഡെലിഗേറ്റ്സിനുണ്ടായ നിരാശയ്ക്ക് എന്താ മറുപടി? ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു.
ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണ് നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയും, ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. We are living in a democracy. We have elected a government. Whatever is their political choice, we have to accept. ഷെഡ്യൂളിൽ ഈ സിനിമകൾ വരികയും പിന്നെ കാണാതിരിക്കുകയും ഷെഡ്യൂൾ ഇട്ടതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ ഷെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ടേ മോനെ? ഇന്ന ആളുകൾ വന്നെങ്കിലല്ലേ ഇന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുസ്തകം നമ്മൾ അച്ചടിച്ചു കഴിഞ്ഞു, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഒരു 4 സിനിമ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളയും. ഈ പി.ടി. മുഹമ്മദിനെതിരായിട്ടുള്ള പരാതി ഇതിനകത്ത് നടപടിയെടുക്കുന്നതിൽ വൈകി എന്നുള്ളത് ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഏതൊരു ജനാധിപത്യവാദിയും ഏതൊരു മതേതരവാദിയും രാജ്യസ്നേഹിയും കേട്ടിരിക്കേണ്ട വാക്കുകളാണ് റസൂൽ പൂക്കുട്ടി പറഞ്ഞത്. ഇത് രാഷ്ട്രീയം കളിക്കേണ്ട വിഷയമല്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആ രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടാണ്, അല്ല അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ 6 രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുകയാണ് വേണ്ടത്, ഇല്ലാതെ അതിനെതിരെ ഗീർവാണം മുഴക്കുകയല്ല വേണ്ടത് എന്നാണ് റസൂൽ പൂക്കുട്ടി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഗീർവാണം മുഴക്കുന്നവൻ ഇന്ത്യക്കാരനല്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന സിനിമകൾ കാണിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെല്ലാം ആദ്യം ഇന്ത്യക്കാരാണ്, പിന്നീട് മാത്രമേ മറ്റെന്തുമുള്ളൂ എന്ന് ചലച്ചിത്ര വികസന അക്കാദമി തന്നെ, കേരള ചലച്ചിത്ര അക്കാദമി തന്നെ പറഞ്ഞു വയ്ക്കുന്ന, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു വയ്ക്കുന്ന അതിമനോഹരമായ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് റസൂൽ പൂക്കുട്ടിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സേഫ് സ്റ്റാൻഡ് എടുക്കാമായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഒരു കൾച്ചറൽ ബോഡി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെ അവഗണിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പ്രതിഷേധിക്കണമെങ്കിൽ പോയി കേന്ദ്ര സർക്കാരിനോട് പ്രതിഷേധിച്ചോളൂ എന്ന് സേഫായി സ്റ്റാൻഡ് എടുക്കാമായിരുന്നു. പക്ഷേ റസൂൽ പൂക്കുട്ടി അത് ചെയ്തില്ല. സംസ്ഥാന സർക്കാരാണല്ലോ ഈ റസൂൽ പൂക്കുട്ടി ഈ സ്ഥാനത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആയാലും പിടിച്ചിരുത്തിയ സംസ്ഥാന സർക്കാർ ആയാലും ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഞാൻ നിന്നു കൊടുക്കില്ല എന്ന വലിയ പ്രഖ്യാപനം തന്നെയാണ് റസൂൽ പൂക്കുട്ടി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞാനൊരു ഇന്ത്യക്കാരനാണ് ആദ്യം, അതിനുശേഷമേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞ റസൂൽ പൂക്കുട്ടിക്ക് സത്യത്തിൽ സാംസ്കാരിക കേരളം കൈയടിക്കുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.